ഹലോ, അപ്പോൾ എല്ലാവർക്കും കുങ്കുറൂസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഉഷാറായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ അത്ര സുഖമൊന്നുമില്ല, കാരണം 2 ദിവസമായിട്ട് ചെറിയൊരു തൊണ്ടവേനയും കാര്യമെല്ലാം ഉണ്ട്. ഇന്ന് ജലദോഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിക്കുന്നു വീഡിയോ കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര എന്നോട് തന്നെ ദേഷ്യം വരും. ഇടയ്ക്ക് കട്ട് ചെയ്ത് കൊണ്ട് കാരണം വെച്ചാൽ ഞാൻ വായി തുറന്ന് എന്തെങ്കിലും മണ്ടത്തരം 1 മിനിറ്റിലൊരു 2 മണ്ടത്തരം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം. ഉണ്ടെന്നല്ല, വായി തുറന്ന മണ്ടത്തരം മാത്രം എൻ്റെ വായി നടക്കിടയ്ക്ക് വീണുകൊണ്ടിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഇങ്ങനെ ആലോചിച്ചിട്ട് മരിക്കിളി പോയ പോലെ എല്ലാം ഇരിക്കും കുറേ സമയം. കാരണം ഇങ്ങനെ എനിക്കൊന്നും ഇപ്പോൾ കൂടുതലാണ് എല്ലാം നമ്മളെ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ പരിപാടിയെല്ലാം ആയി വരികയാണെങ്കിൽ നമ്മൾ പരിപാടിക്ക് 3-4 ദിവസം ഇല്ല കേട്ടോ. അപ്പോൾ പരിപാടിയെല്ലാം ഫസ്റ്റ് പ്രോഗ്രാം എല്ലാം വരാൻ പോകുന്നതിൻ്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളും അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്തെങ്കിലും എടുക്കാം അങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം വരുമ്പോൾ അല്ലെങ്കിൽ പണ്ടുപോലെ അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും എല്ലാം വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈ കിളി പോയത് കുറച്ചും കൂടി കൂടും. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ എന്ന് പറഞ്ഞിനി അങ്ങനെ ആലോചിച്ച് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. കാരണം ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കട്ട് ചെയ്യുന്നേ ഇല്ല. എന്തൊക്കെ അബദ്ധം വന്നു പോയാൽ ടീച്ചർ ഒന്നും വന്നു പോവില്ലേ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് 7:20 ട്രെയിൻ. അപ്പോൾ നാട്ടിൽ പോയിട്ടാണ് ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പ്രോഗ്രാമിൻ്റെ എടുക്കുന്നത്, കണ്ണൂർ പോവേന്ന്. അപ്പം ഇപ്പോൾ ടൈം 5, ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ 5:30. ഇനി ഇപ്പോൾ എത്രയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ 5:30 ടൈം. അപ്പോൾ എനിക്ക് എങ്ങനെ പോലും ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി 2-3 സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ ഒരു 6 മണിക്കാകുമ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഇറങ്ങണം. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. പക്ഷേ എനിക്ക് വേറെ 2 സ്ഥലത്ത് പോകാൻ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തീർക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ, ഞാനൊരു 3 മാസമായിട്ട് എനിക്ക് ഒരു ഭയങ്കര ഒരു കാര്യം ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് തുടങ്ങി വെച്ചിരുന്നു. അപ്പം അത് ഇന്നല്ല 3 ദിവസം മുമ്പാണ് അതിൻ്റെ ലാസ്റ്റ് സംഭവങ്ങൾ ആയത്. അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങൾ, കാരണം വെച്ചാൽ അത് ഏറ്റവും എന്നെ സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ അത് കാണിക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും നാളത് ഭയങ്കര ഒരു ഹൈഡ് ചെയ്ത് സർപ്രൈസ് ആയിട്ട് വെച്ചിന്. അപ്പോൾ എനിക്കത് ലൈവായിട്ട് നിങ്ങളെ കാണിച്ചിട്ട് തന്നെ ആ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ചെറിയ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് എനിക്കറിയില്ല, കാരണം ഇവിടെ ഉത്സവം നടക്കുന്നത്, കുറേ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം മൈക്ക് സെറ്റ് ഇവിടെ എല്ലാം ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് ഇങ്ങനെയില്ല കേട്ടോ. ഉത്സവം നടക്കുന്നുണ്ടെങ്കിൽ അമ്പലത്തിലും അവിടെ ഇല്ലു. അമ്പലത്തിൽ മാത്രമേ അതിൻ്റെ മൈക്ക് സെറ്റും കാര്യങ്ങളൊക്കെ വെക്കൂലൂ മെയിനായിട്ട്. കാരണം ഇവിടെ കൂടിപ്പോയി അമ്പലത്തിലും അതിൻ്റെ തൊട്ടിപ്പുറമുള്ള ഒരു ജംഗ്ഷനിൽ വെക്കുമായിരിക്കും. നമ്മൾ അവിടെ നിന്ന് അങ്ങനെയും വെക്കലില്ല. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ എല്ലായിടത്തും ഇപ്പോൾ ഒരു അമ്പലത്തിലുണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം അങ്ങോട്ടേക്ക് പോകുമ്പോൾ എത്ര ജംഗ്ഷൻ ഉണ്ടോ അവിടെ എല്ലാം വെക്കുന്നുണ്ട് മൈക്ക് സെറ്റ്. അപ്പോൾ ഒരമ്പലത്തിൽ മാത്രമല്ല, ഒരേ സമയത്ത് കുറേ അമ്പലത്തിൽ ഉത്സവം നടക്കില്ല. അതിൻ്റെ എല്ലാം മൈക്ക് സെറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. 6 മാസം മുമ്പേ ജനലടങ്ങും എക്കോ അടിക്കുന്നുണ്ടാണ് ഞാൻ ജനലെല്ലാം തുറന്ന് വെച്ചത്. അപ്പോൾ ഒരു 6 മാസം മുന്നേ ആണ് ഞാനിതൊരു ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത്. 6 ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് 1 ഇയർ ആവാൻ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു സംഭവം വാങ്ങിയാൽ തന്നെ ഒരു ചെറിയൊരു കൊച്ചുപ്പ് വാങ്ങി തന്നെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞാനത് കാണിച്ചു കൊടുക്കാം. എന്തെങ്കിലും ചെറിയ കാര്യം, ഇപ്പോൾ അമ്മയായാലും വീട്ടിൽ നിന്ന് ആരെങ്കിലും വീഡിയോ കോൾ വെച്ചാലോ അല്ലെങ്കിൽ ചേച്ചിമാർ വിളിച്ചാലോ ആര് വിളിച്ചാലും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞാൻ ഓരോന്ന് കാണിച്ചു കൊടുക്കും. ഇത് വാങ്ങി അങ്ങനെ വലിയ അഹങ്കാരത്തോടെ കാണിക്കുമെന്നല്ല, ഭയങ്കര ഒരു കൊച്ചു സന്തോഷം, നമ്മളെ സന്തോഷം, അവർക്ക് സന്തോഷമില്ല, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് സന്തോഷമല്ലേ, അങ്ങനെ കാണിക്കുന്നതാണ്. അപ്പോൾ എനിക്കിത് നിങ്ങളടുത്ത് ഫസ്റ്റ് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഇത്രയും ഈ 3 മാസം കൊണ്ട് ഇത്രയും സർപ്രൈസ് ആക്കിയെന്ന് നിങ്ങൾക്ക് എത്രത്തോളം അത് ഞാൻ ഹൈഡാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പം അത് മനസ്സിലാവുന്നതാണ്. വലിയ എന്തോന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. അത് കാണുമ്പോൾ അയ്യോ ഇതായിരുന്നാന്ന് ചിലപ്പോൾ വിചാരിച്ച് പോകാറ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതിന്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ലാസ്റ്റ് ഒന്ന് വന്നേ ഒരു 3 ദിവസം മുമ്പ് വന്നത് വേറെ അടുത്തിരിക്കുന്ന കേട്ടോ. ഇത് ഏകദേശം ലാസ്റ്റ് സാധനം വന്നത് ഒരു 1 മന്തായി എനിക്ക് തോന്നി. ഇതാന്ന് തോന്നുന്നു കണ്ട, അതിൽ പൊടിയൊക്കെ ആയി. ഒരു 3 മാസമായിട്ട് ഞാൻ ഈ ഒരു സ്ഥലത്തുനിന്ന് മാറ്റിയിട്ടില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ കോമഡി. പൊട്ടിച്ചിട്ട് വരെയില്ല. ഇവിടുന്ന് ചിലന്തിയെല്ലാം ഓടിയിന് കേട്ടോ. ഞാൻ അനക്കിയിട്ട് പോലും ഇല്ല ഇവിടെ വെച്ചിട്ട്, കാരണം ഇത് എടുത്ത് നോക്കിയാൽ ഞാൻ ചിലപ്പോൾ പൊട്ടിച്ച് പോകും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സംഭവം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാനെന്ന് വെച്ചാൽ നമ്മളെ സ്കിൻ കെയർ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നുവെച്ചാൽ ഞാൻ മുമ്പായാലും ഫേസ് വാഷ് മാത്രമേ യൂസ് ചെയ്യും. മുമ്പ് അതും എപ്പോഴും റെഗുലറായിട്ടൊന്നുമില്ല. കഴിഞ്ഞു പോയി അയ്യോ എനിക്ക് ഫേസ് വാഷ് വാങ്ങണമല്ല, അങ്ങനെ ഒരു ഇതില്ല. ചിലപ്പോൾ നമുക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അത് കഴിഞ്ഞു പോയി അത് വാങ്ങണം അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അങ്ങനെയൊന്നുമില്ല. ഫേസ് വാഷ് ഞാൻ മുമ്പ് എപ്പോഴും യൂസ് ചെയ്യാമായിരുന്നു. പിന്നെ ഇവിടെ വന്ന സമയം തൊട്ട് അങ്ങനെയില്ല. വന്ന ടൈമിലൊക്കെ യൂസ് ചെയ്യാമായിരുന്നു. പിന്നെ അങ്ങനെ ഒന്നും യൂസ് ചെയ്യലില്ല. ഈ ഒരു 2 ഇയർ ആയിട്ട് മുഖത്തൊന്നും അങ്ങനെ യൂസ് ചെയ്യലില്ല. എനിക്കൊന്ന് ഇടയിൽ വെച്ചിട്ട് നമ്മുടെ ഗോൾഡൻ മാസ്കിൽ ട്രെൻഡായിട്ടുണ്ടായി അത് യൂസാക്കി. അപ്പം
സത്യം പറഞ്ഞാൽ പണ്ട് മുതൽ ഇപ്പം നമ്മൾ ഫസ്റ്റ് നമ്മളെ മുഖത്ത് എന്തെങ്കിലും ചെയ്തോന്നൊക്കെ ചോദിക്കൂലേ, ചിലവരൊക്കെ വന്ന് കമൻറ്റ് ചെയ്യലുണ്ടാവില്ലേ, ഇതുവരെ മുഖത്ത് എന്തെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ആ ഒരു കൂട്ടത്തിൽ നല്ല ഫേസ് വാഷ് യൂസ് ചെയ്യാമായിരുന്നു. പിന്നെ പണ്ട് ചെറിയ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആൻറ്റി പറഞ്ഞിട്ടുണ്ട് ചെറിയ നമ്മളെ പേരൊക്കെ ചെറിയ ഇളമിലയില്ലേ അത് മുഖത്ത് നല്ലതാണെന്ന്. അപ്പം അത് യൂസ് ചെയ്യലുണ്ട്. അത് വെളുക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ കറുത്ത് പോയി എന്നില്ലെങ്കിൽ അങ്ങനെ അയ്യോ ഞാൻ കറുത്ത് പോയി അങ്ങനെ ഒരു സങ്കടമൊന്നും ഇല്ല എനിക്കില്ല. സത്യമായിട്ട് ഉള്ളി എന്ന് പറയുന്നത് ഞാൻ കറുത്ത് പോയി എന്ന് വെച്ചിട്ട് എനിക്ക് സങ്കടമില്ല. ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചില ഇൻസിഡൻ്റ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഹേർട്ട് ചെയ്യും. പക്ഷെ അതിൽ ഞാൻ കറുത്ത് പോയി എന്നുള്ളതുകൊണ്ടില്ല ഹേർട്ട് ആവാനല്ല. അവർ പറഞ്ഞു വെച്ചത് ചിലപ്പോൾ നമ്മളെ നല്ല ഇഷ്ടമുള്ളവർ നമ്മളായിട്ട് നല്ല ഇല്ല ചിലപ്പോൾ നമ്മളായിട്ട് ടച്ചുള്ളവരായിരിക്കാം പറഞ്ഞു പോകുന്നത്. നിങ്ങൾ കളിയിൽ പറയുന്നതായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ഹേർട്ടാവും. ചിലപ്പോൾ നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ കോളേജിൽ നിന്നായിരിക്കാം സ്കൂളിൽ അവർ ജസ്റ്റ് അവർ ആ സമയത്ത് ഒരു കോമഡിക്ക് വേണ്ടി പറയുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് എനിക്ക് ഹേർട്ടായിട്ടെല്ലാം ഉണ്ടാവും എന്നല്ല ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ കറുത്ത് പോയി അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കട കാര്യങ്ങളൊന്നുമില്ല. വെളുക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്യലുമില്ല. എനിക്കില്ല എൻ്റെ ഒരു സ്കിന്ന് എന്ന് പറയുന്നത്. അതായത് ഇതേപോലെ ആ ഒരു നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആകാനും പിന്നെ എൻ്റെ ഡ്രൈ സ്കിന്നാണ്. അപ്പം പെട്ടെന്ന് ഏജിലേക്ക് വരുമെന്ന് അങ്ങനെയല്ല. അല്ലെങ്കിൽ തന്നെ ഏജായി 18 അതെല്ലാം കഴിഞ്ഞിട്ട് കുറേ കാലങ്ങളും വർഷങ്ങളും ആയില്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ഉൾക്കൊള്ളിക്കണം. അപ്പം നമ്മളെന്തായാലും നമ്മളെ ഒരു പിന്നെ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ടീനേജ് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ സ്കിന്നും നമ്മളിനി നല്ല കെയറും കാര്യങ്ങളെല്ലാം കൊടുക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വാങ്ങിയ സാധനം എനിക്ക് ഡ്രൈ സ്കിന്നിന് ഏതൊക്കെയാണ് ആപ്റ്റ് ഇന്ന് ഇതിൽ ഏതൊക്കെയാണ് നല്ലത് എന്നൊക്കെ നോക്കി ഒരുപാട് റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കി യൂട്യൂബിൽ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നവരൊക്കെ റിവ്യൂവും കാര്യങ്ങളും അങ്ങനെയൊക്കെ നോക്കി ഏതാണ് ബെസ്റ്റ് മെയിനായിട്ട് കമൻറ്റ് സെക്ഷൻ അങ്ങനെയൊക്കെ ഞാൻ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ വാങ്ങിയത്. നല്ലതേത് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് വാങ്ങിയത്. അപ്പം ഇതിൽ ചിലപ്പോൾ ഏതെങ്കിലും എൻ്റെ സ്കിന്നിന് പിടിക്കാത്തുണ്ടാകും. നമ്മുടെ സ്കിന്നല്ലേ ചിലപ്പോൾ ഇത് നമ്മളെ നല്ലതാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് ചിലപ്പോൾ പിടിക്കാത്തുണ്ടാകും. നമുക്ക് യൂസ് ചെയ്യുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. അപ്പം എൻ്റെ ചില സാധനങ്ങളൊക്കെ ഞാൻ വേറെ വാങ്ങണമെന്ന് വെച്ചിട്ട് എൻ്റെ ബഡ്ജറ്റ് ഓക്കെ അല്ലാത്തതുകൊണ്ട് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി വാങ്ങിയിട്ടുണ്ട്. ഇത് ഫേസ് വാഷാണ് കേട്ടോ. ലാസ്റ്റ് വന്ന സാധനം അതായത് എനിക്ക് തോന്നുന്നു ശനിയാഴ്ച ഇന്ന് എന്താ ഡേറ്റ് ഇന്ന് ചൊവ്വാഴ്ച. അപ്പോൾ ഇത് ശനിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച വന്നാണ്. സിമ്പിളിൻ്റെ ഫേസ് വാഷാണ് കേട്ടോ. നമ്മുടെ സിമ്പിളിൻ്റെ ഫേസ് വാഷാണ് വാങ്ങിയത്. ഇത് ഞാൻ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലിടാം. ഞാൻ വാങ്ങിയ റേറ്റ് ഇതിൽ 385 കാണിക്കുന്നത്. ഞാൻ വാങ്ങുമ്പോൾ ഇത്രയില്ലാന്ന് തോന്നുന്നു കേട്ടോ. ചിലപ്പോൾ ഞാനിങ്ങനെ വീട് കാണുന്നത് എന്നാണ് അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ എനിക്കിതില്ല. ഞാൻ ഭയങ്കര ഒരുപാട് നാൾ ആഗ്രഹിച്ച് വാങ്ങിയതായിട്ട് ഭയങ്കര ഇപ്പം ഇങ്ങനെ തുറന്ന് കാണുമ്പോൾ അവർ ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ സെറം. കാരണം സെറം കുഞ്ഞതാണ്. കാരണം സെറത്തിന് നല്ല റേറ്റാണ്. എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ടാവും. പക്ഷേ ഇത്രയും ചെറിയ അമ്മേ ഞാനിത് കണ്ടേരെ ഞാൻ വിചാരിച്ചിന് ചെറുതായിരിക്കുന്നു. പക്ഷെ ഇത്രയും ചെറുതാണെന്ന് ഞാൻ വിചാരിച്ചിട്ടോ. ഇതിൻ്റെ മീഡിയം ഒരു എഴുപത്തില്ലെങ്കിൽ എന്തായിരിക്കും റേറ്റ് എന്ന് നമുക്കിപ്പോൾ എനിക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ സൈഡിൽ കൊടുക്കാമേ. അപ്പോൾ ഞാൻ അന്ന് തന്നെ വീഡിയോ എടുക്കണമെങ്കിൽ തിരക്ക് പിടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ 6 മണി ആവാനായിട്ടുണ്ടാവും. ഇന്ന് തന്നെ തിരക്ക് പിടിച്ച് വീഡിയോ എടുക്കണം. കാരണം എനിക്ക് ഇന്ന് ഇത് പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇനി പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആ ഒരു തിരക്കെല്ലാം കഴിഞ്ഞിട്ട് അതുകൊണ്ട് വെച്ച് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ. അല്ല പോകുമ്പോൾ എടുക്കും വേണമല്ലോ. ഇന്നോട്ട് യൂസ് ചെയ്യാൻ തുടങ്ങല്ലേ. അപ്പോൾ സെറായി ഇനി നമുക്ക് അടുത്തത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് മോയ്സ്ചറൈസർ. ഞാൻ മോയ്സ്ചറൈസർ സെറ്റഫിലിൻ്റെ വാങ്ങാനാണ് വിചാരിച്ചിന്. അപ്പം പക്ഷേ ആ ടൈമിൽ ബഡ്ജറ്റ് എൻ്റെ കമ്മിയായിരുന്നു. അപ്പം സെറ്റഫിലിൻ്റെ അല്ല. പക്ഷേ ഒരു കുഴപ്പമില്ല. ഞാൻ ബയോട്ടിക്കിൻ്റെ വാങ്ങി. ഇനി ബയോട്ടിക്കിനെ ഞാൻ ഇത് യൂസ് ചെയ്യാൻ അമ്മേ നല്ല സ്മെല്ല്. അപ്പോൾ ബയോട്ടിക്കിൻ്റെത് നല്ല റിവ്യൂ ആയിരുന്നു കേട്ടോ. എല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാവും. ഇതിന് പക്ഷേ റേറ്റും കുറവാണ്. എന്നാൽ പിന്നെ നല്ല എല്ലാവരും നല്ല ഇതാ പറഞ്ഞത് ഇതിനെക്കുറിച്ച്. ഇതിൽ 220 കൊടുത്തത്. 220 ആയിട്ടില്ല കേട്ടോ. എനിക്കൊന്ന് 180 അല്ലെങ്കിൽ 160 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ മോയ്സ്ചറൈസർ ബയോട്ടിക്കിൻ്റെ. ആ ഒരു സ്മെല്ല് ഭയങ്കര സോറി എൻ്റെ ഒരു അടുത്ത ഫ്രണ്ട് ആയാലും എടാ നല്ലതാണ് അത് വാങ്ങിക്കുമെന്ന് പറഞ്ഞാലും അതിനെക്കുറിച്ച് എനിക്കൊരു ഉറപ്പ് വരണം അത് യൂസ് ചെയ്യണമെങ്കിൽ. അങ്ങനെ ഞാൻ വാങ്ങും. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് സൺക്രീമിൻ്റെ കുറച്ചും കൂടി ഒരുപാട് നാൾ ഏത് യൂസ് ചെയ്യണം അങ്ങോട്ട് ഇങ്ങോട്ട് കൺഫ്യൂഷനായിട്ട് ലാസ്റ്റ് ഞാൻ ഇല്ല ചെന്ന് നിന്നേന്. നല്ലൊരു ഇതല്ലേ, നല്ല ലുക്ക് ഉണ്ടല്ലേ.
ഒരു നല്ല ലുക്ക് കാണാൻ അല്ലേ, ഭയങ്കര സുന്ദരി. അത് ചിലപ്പോൾ ഇനി ഇത്രയല്ലേ പൈസയിൽ ഇത് മാറ്റി വെക്കാൻ ഇവക്കില്ല ഇനിയെന്ന് വിചാരിക്കരുത്. കാരണം എനിക്കത് ഇല്ലായിരുന്നു മാറ്റി വെക്കാൻ. എന്ന് വെച്ചാൽ ഇവിടെ ഡാൻസ് ക്ലാസ് തുടങ്ങി ഈ ഒരു 4 മാസം കൊണ്ട് ആയിട്ടും എനിക്ക് ഇങ്ങനത്തെ ഓരോ കാര്യത്തിൽ മാറ്റി വെക്കാൻ വേണ്ടിയില്ല. നല്ല ടൈറ്റായിരുന്നു. തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ നമുക്ക് വരുമല്ലോ, അങ്ങനെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മാറ്റി വെക്കാനെല്ലാം ഉണ്ടാവും, ചിലപ്പോൾ ഒന്നിച്ച് വാങ്ങാൻ പറ്റുന്നവരെല്ലാം ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇത് കണ്ടിട്ട് ഇതാണെന്ന് വിചാരിക്കും. അപ്പോൾ പക്ഷേ എനിക്കിത് ഇല്ലായിരുന്നു മാറ്റി വെക്കാൻ. ചിലപ്പോൾ ഞാൻ വിചാരിച്ചാൽ എല്ലാം കൂടി വാങ്ങാൻ, പക്ഷെ എന്നാൽ എൻ്റെ വേറെ കുറേ കാര്യങ്ങൾ പെൻഡിങ് ആയി പോകും. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്നും പെൻഡിങ് ആക്കാതെ എന്നാൽ എൻ്റെ കാര്യത്തിനും ഇത് കൊടുത്തതിന് മുമ്പോട്ട് പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നാൾ ഞാൻ എൻ്റെ കാര്യമെല്ലാം പെൻഡിങ് വെച്ചിട്ട് ബാക്കിയെല്ലാം സ്മൂത്തായി കൊണ്ടുപോവുക ചെയ്തിരുന്നു. പക്ഷേ ഇനി എൻ്റെ കാര്യം ഞാനൊന്നും പെൻഡിങ് ആക്കുന്നില്ല. എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ഓവറായിട്ടുള്ള ആഗ്രഹമൊന്നുമല്ല, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളെല്ലാം തീർത്തിട്ട് തന്നെ പോകാൻ വെച്ച് ഫസ്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ എനിക്കിതെല്ലാം എന്തെന്നറിയോ, ഇങ്ങനെ ഞാനിത് ഒരുപാട് വീഡിയോസിലെല്ലാം നോക്കിയിട്ടായിരിക്കുമല്ലോ, നോക്കിയിട്ടായിരിക്കല്ലോ ഇത് വാങ്ങിനി. അപ്പോൾ അവരൊക്കെ പിടിച്ചോണ്ടിരുന്ന സാധനം എൻ്റെ കയ്യിൽ വന്നതിൻ്റെ ആ ഒരു ഫീലാണ് എനിക്ക്. കോമഡി അതൊന്നുമല്ല, ഇതെല്ലാം വാങ്ങി വെച്ച് ഇത്രയും ആഗ്രഹിച്ച് ഇതെല്ലാം വാങ്ങി വെച്ച് ഇനി ഇതെല്ലാം ലുപ്തിച്ച് ഉപയോഗിക്കും. അതാണ് കോമഡി. എനിക്കൊന്ന് ഇതാ സെറൽ ഇത്രയില്ല, അതെല്ലാം ഞാനൊന്നിതാ ഇങ്ങനെ ഒന്ന് കാണിക്കില്ല എനിക്ക് എൻ്റെ ഫേസിന്. അപ്പം എൻ്റെ സ്കിൻ എന്നോട് തന്നെ ചോദിക്കും, പിന്നെ നീ എന്തിനും ഇതെല്ലാം ഇത്ര കഷ്ടപ്പെട്ട് വാങ്ങിയെന്ന് ചോദിക്കും. അപ്പം നമുക്കിതാ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ 4 പ്രോഡക്റ്റിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി അറിയാം. അപ്പം ഞാൻ വേറെ ഒന്നും ഓവറായിട്ട് പറയാത്തത്, എനിക്ക് അറിയാത്ത കാര്യമാണ് ഈ സ്കിൻ കെയറിന് ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞാൽ എനിക്കറിയില്ല. ബട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഞാനിപ്പോൾ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നിന് എന്തൊക്കെയാണ് അതൊക്കെ ഞാൻ കുറച്ചൊന്ന് മനസ്സിലാക്കി അറിഞ്ഞ് വെച്ചിട്ടാണ് ഇത് ഓരോന്നും വാങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നിനെയും കുറിച്ചും പറയത്തിലാണ്, അല്ലെങ്കിൽ മണ്ടത്തരാണ് വായിന്ന് വീഴല്. അപ്പോൾ എന്തെങ്കിലും ഒരു മണ്ടത്തരം വീണാൽ തന്നെ എൻ്റെ നെഗറ്റീവ് ആൾക്കാർ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അത് കുത്തിപ്പൊക്കി വരും. അല്ലെങ്കിൽ തന്നെ എനിക്ക് കുറച്ച് കൂടുതൽ എന്നെ സ്നേഹിക്കുന്നവർ ഇത്രയും എന്നെ ഇഷ്ടമില്ലാത്തവർ ഇത്രയും ആണ്. അതുകൊണ്ടാണ് എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും പൊട്ടത്തരം വീഡിയോന്ന് പേടിച്ചിട്ടുണ്ട്. കാരണം കട്ട് ചെയ്യാതെയുള്ള വീഡിയോ ആയതുകൊണ്ട് മാക്സിമം ഞാൻ കട്ട് ചെയ്യാണ്ട് ആണ് വീഡിയോ എടുത്തത്. കാരണം പോകാനുള്ള തിരക്കുണ്ട്, ഇപ്പം തന്നെ ലേറ്റായി. അപ്പം ഞാൻ ഇത്രയുള്ള നമ്മളെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.